ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബേബി ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കെട്ടിങ്ങൽ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരപ്പനങ്ങാടിക്ക് തൊട്ടടുത്തുള്ള ബീച്ചാണ്. അതുപോലെ തന്നെ തൂവൽ തീരം എന്നൊക്കെ ആ ബീച്ചിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ രണ്ട് പേരാണ്, കെട്ടിങ്ങൽ ബീച്ച് അതുപോലെ തന്നെ തൂവൽ തീരം. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഫോട്ടോഷൂട്ടിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 കാലുകൾ നല്ല ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം മണലിൽ ഇങ്ങനെ താഴ്ത്തിയിട്ടാണ് വെച്ചത്. കാരണം കുട്ടികളല്ല, ചിലപ്പോൾ വലിച്ചാൽ ചിലപ്പോൾ വീഴാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അവരുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ കയറൊക്കെ മുറുക്കി നല്ല പോലെ സേഫ്റ്റി ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുട്ടിയുടെ മേത്ത് പൂയൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെറ്റും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാർപ്പറ്റും അതുപോലെ തന്നെ നെറ്റൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ഒന്നുകൂടി ഭംഗി, ആ ടെൻറ്റിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീനായിട്ടുള്ള ഒരു ലീഫും കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാട്ടോ നമ്മളെ ക്ലൈൻ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ച് തന്നെ കുറച്ച് നേരം നിന്ന്. അപ്പോൾ നമ്മളെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതിൽ ഒരു കൊട്ടയിലേക്ക് നമ്മൾ ഇവിടെ മുസമ്പി ആട്ടോ വെച്ചുകൊടുക്കുന്നത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ടെൻറ്റിൻ്റെ നെറ്റൊന്ന് വലിച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ടെൻറ്റിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി ഫോട്ടോഷൂട്ടൊക്കെ. ഇതാട്ടോ നമ്മളെ ബേബി. അപ്പോൾ ഇവൾ ഭയങ്കര രസമാട്ടോ സംഭവം. ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇവളെ ചിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ഒരുപാട് കലാപരിപാടികളൊക്കെ കാണാൻ കഴിയും. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവൾ കറക്റ്റ് ക്യാമറയ്ക്കൊക്കെ ഫേസ് ചെയ്യും, പക്ഷെ ചിരിക്കാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവളെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഫോട്ടോഷൂട്ടിലേക്കാണ് ഇനി കിടക്കാൻ പോകുന്നത്. അപ്പോൾ അച്ഛന് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഒന്ന് ചിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്താലാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ സജഷനായിട്ട് പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് അവളൊന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ചിരിക്കുന്നില്ല, ജസ്റ്റ് അവൾ ക്യാമറയിലേക്ക് നല്ല ലുക്ക് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്മൈല് ചെയ്യാൻ കുറച്ചൊരു താമസം കേട്ടോ. ഇനി രാവിലെ ടൈം ആയിട്ടാണോ എന്താ അറിയില്ല, കാരണം ഉറക്കത്തിൽ നിന്ന് എണീച്ച് പോകുന്നതാണ്. അപ്പോൾ അച്ഛനുണ്ടില്ല ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അച്ഛന് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്ന് ചിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആൾ ചിരിക്കുന്നൊന്നുമില്ല. ഇടയ്ക്ക് ചെറിയൊരു ചിരി വരും, പിന്നെ അപ്പം തന്നെ ഒരു ഗൗരവമാവും. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആഡ്സ് വെഡ്ഡിങ്സ് എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കരച്ചിലായി കേട്ടോ. ആദ്യം സ്മൈലിങ്ങും ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ ക്യാമറ കണ്ട അപ്പോൾ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ജസ്റ്റ് അവളോടൊന്ന് അച്ഛനമ്മേനോടൊക്കെ ഒന്ന് കളിപ്പിച്ച് ചിരിപ്പിക്കാൻ പറഞ്ഞ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ അപ്പോൾ നല്ല വെയിലൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മയെ ജസ്റ്റ് ഒന്ന് സൈഡിൽ നിർത്തി. കാരണം നല്ല വെയിലടിക്കുന്നത് കൊണ്ട് അവളെ ഫേസിലേക്ക് ഓവർ ലൈറ്റ് നമുക്ക് പിക്ചറൊക്കെ ബാനായി പോയിരുന്നു. അപ്പോൾ സൈഡിലേക്ക് നിർത്തി ഫേസിലേക്ക് വരുന്ന ലൈറ്റിന് നമ്മളവിടെ നിന്ന് കട്ട് ചെയ്ത് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ഫോട്ടോസും കാര്യം കിട്ടി. പിന്നെ അച്ഛൻ്റെ ട്രൈങ്ങൾ കാണാതെ പോയത്, കാരണം കുട്ടി ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കലാപരിപാടികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ.
ഇവർ ഫോണിലെ ഒരു ഫോട്ടോ കാണിച്ചിരുന്നു നമ്മളെ തിരമാറിൻ്റെ സൈഡിലൊരു ഷെയർ ഇട്ടിട്ട്. അപ്പോൾ അതെടുക്കാനുള്ള ശ്രമത്തിലാട്ടോ. അപ്പോൾ ആൾ ഗ്ലാസ് വെക്കും, ആ ഗ്ലാസ് എടുത്ത് എറിയും. ഗ്ലാസ് വെക്കുന്നൊന്നും ഇഷ്ടമേ അല്ല. അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്ത് നല്ല വെയിലായിരുന്നു. അമ്മനെ സൈഡിൽ നിർത്തി വെയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അച്ഛനെ ബാക്കിൽ നിർത്തി. കാരണം കുട്ടീൻ്റെ സേഫ്റ്റി മസ്റ്റായിട്ട് നോക്കേണ്ടതുണ്ട്. തിരമാല ചിലപ്പോൾ കൂടാം കുറയാം. അപ്പോൾ കുട്ടിയുടെ സേഫ്റ്റി മസ്റ്റാണല്ലോ. അപ്പോൾ അച്ഛനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ബാക്കിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനെ കൊണ്ടും അമ്മനെ കൊണ്ടും കുട്ടിയെ കളിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. പിന്നെ ആൾക്ക് നല്ല ക്ഷീണം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ആളിപ്പോൾ നല്ല സുഖനിദ്രയിലാട്ടോ, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് പിന്നെ ആരംഭിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ആഡ്സ് വെഡ്ഡിങ്സ് എന്നാണ് പേജിൻ്റെ നെയിം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് ഇനിയും കാണാം.